അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ വരാറുള്ള ഓണം വന്നു കേട്ടോ. അതിങ്ങനെ ഇന്നും കൂടി കഴിഞ്ഞാൽ ഓണത്തിൻ്റെ കെട്ടും വിട്ടുപോയി. അങ്ങനെ ഇതാ ഞങ്ങളുടെ കുട്ടികൾ നല്ല മനോഹരമായ രീതിയിൽ അങ്ങോട്ട് പൂക്കളം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. രാഗേന്ദു ഉണ്ട്, ജുബിയുണ്ട്, അതുപോലെ വിപിൻ മാഷുണ്ട്, പിന്നെ ജൊസീനയുണ്ട്, മാളവികയൊക്കെ ഉണ്ട്. അതാ ജൊസീനയ്ക്കൊക്കെ ഭയങ്കര അങ്ങനെ ത്രില്ലടിച്ചു കേട്ടോ. പൂവൊക്കെ കുത്തി വെച്ചിട്ട് ജുബി അതാ എന്നെ നോക്കുന്നു. രാഗേന്ദു തലയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ടിട്ട് സ്റ്റൈലായിട്ടിരിക്കുന്നു. അതാ ഞാനൊരു പാത്രം കൊണ്ടുപോയി അത് മാക്സിമം ഇവരങ്ങ് ഉപയോഗിക്കുകയാണ് കേട്ടോ, സ്റ്റൈലാക്കാൻ വേണ്ടി. ഒന്നും പറയാൻ വേണ്ട, കുട്ടികളുടെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതാ അപ്പോൾ ഇതേ കുറേ സുന്ദരിമാരിങ്ങനെ അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പൂവൊക്കെ കുത്തി രണ്ടുപേരും ഒരുപോലത്തെ മാലയൊക്കെ അങ്ങിട്ട് സുന്ദരിയായിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതും കാണാൻ നമുക്ക് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഓണത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചകൾ സുന്ദരമായ മുഖങ്ങളും സുന്ദരമായ വസ്ത്രങ്ങളും പൂക്കളും മനോഹരമായ പ്രദേശങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടികളോടൊന്ന് സംസാരിക്കുകയൊക്കെയാണ് കേട്ടോ. ഓണമല്ലേ, ഓണത്തിന് നമുക്ക് നല്ലൊരു സന്തോഷത്തെ രീതിയിൽ മാത്രമാണ് നമുക്ക് അന്നത്തെ ദിവസം മോർണിംഗ് ടു ഈവനിങ് ഇടപെടേണ്ടത്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നല്ല ഐശ്വര്യത്തോടു കൂടി നമ്മളുടെ നിലവിളക്ക് ഇങ്ങനെ നിന്ന് കത്തുകയാണ്. കുട്ടികളൊക്കെ ആകാംക്ഷയോടുകൂടി എന്താണ് ഇനി അടുത്ത പരിപാടി എന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് സ്ഥിരം മ്യൂസിക്കും കൊണ്ട് വരാനുള്ള കക്ഷി തന്നെയാണ് ഈ പ്രാവശ്യവും വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ നല്ല ഒന്നാം തന്നെ സെറ്റ് സാരിയൊക്കെ നമുക്ക് എന്ത് തരത്തിലൊക്കെ ഏതൊക്കെ രീതിയിലുള്ള സെറ്റ് സാരികളും എങ്ങനെയൊക്കെ ബ്ലൗസ് സ്റ്റിച്ചാക്കാമെന്ന് ടോപ്പ് സ്റ്റിച്ചാക്കാമെന്നൊക്കെ മനസ്സിലെങ്കിൽ ഈ ഓണവും ക്രിസ്മസും ഒക്കെ ഒന്ന് വരണം കേട്ടോ. പിന്നെ കുട്ടികളുടെയൊക്കെ യഥാർത്ഥ രീതികളൊക്കെ മനസ്സിലാക്കാനും ഇങ്ങനൊരു ഫങ്ഷൻസൊക്കെ വേണ്ടി വരും ഇന്നത്തെ കാലത്ത്. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ മനോഹരമായ രീതിയിൽ പൂക്കൾക്കും ഒക്കെ നല്ല ചിലവാണ് കേട്ടോ ഓണക്കാലത്ത്. അങ്ങനെ കുട്ടികളൊക്കെ പൂവൊക്കെ ചൂടി നല്ല മനോഹരമായി ഈ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്ന. ഇതിലപ്പുറം വേറൊരു കാഴ്ചകളിലോട്ട് നമ്മൾക്ക് പോകാനില്ല. നമ്മുടെ കുട്ടികൾ, നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ച. അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ കുട്ടികളൊക്കെ നന്നായിട്ടിരിക്കുന്നത് തന്നെയാണ്, നമ്മുടെ കുടുംബം നല്ല രീതിയിൽ പോകുന്നതും തന്നെയാണ് ഏതൊരാളുടെയും അന്തസ്സും അഭിമാനവും സന്തോഷവും. അങ്ങനെ കുട്ടികളതാ വീണ്ടും ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ആണ്. ഫോട്ടോ സെക്ഷനും ഒക്കെ കഴിഞ്ഞാൽ തിരുവാതിരയാണ് കേട്ടോ. തിരുവാതിര അവതരിപ്പിച്ചത് നഴ്സറി സ്റ്റുഡൻസ് ആണ് കേട്ടോ. അവരങ്ങോട്ട് അടിപൊളിയായിട്ട് 2024 ബാച്ച് നഴ്സറി സ്റ്റുഡൻസാണ് തിരുവാതിര നടത്തിയിരിക്കുന്നത്. അതിലെ കുട്ടികളൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്കും അതിൻ്റെ കൂടെ ഒന്ന് കളിക്കാനൊക്കെ തോന്നും. അങ്ങനെ നല്ല സുന്ദരമായ രീതിയിൽ അങ്ങനെ ചാടി തിമിർത്ത് അവരെ മത്സരമൊന്നും അല്ലാത്തത് കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ചാടിയൊക്കെ കളിക്കാം. അങ്ങോട്ട് കൈകൊട്ടുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അങ്ങനെ അവരങ്ങോട്ട് ആനന്ദിച്ച് പാട്ടിലൊക്കെ മുഴുകി അങ്ങോട്ട് തിരുവാതിര കളിക്കുന്ന പോലെ എനിക്കും തോന്നി. അതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ എല്ലാ കളികളും ഇവർക്ക് വഴങ്ങുമെന്ന് ഇവർ അടുത്ത കളി കൊണ്ടും ഇവർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ തിരുവാതിര ആസ്വദിക്കുന്ന കുട്ടികളും നല്ല രീതിയിൽ കൈകൊട്ടിയും കൂവിയും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തിരുവാതിരയ്ക്ക് ശേഷം നമുക്ക് DMLT സ്റ്റുഡൻസിൻ്റെ ഒരു ഡാൻസാണ് കേട്ടോ. ഇവരും മാക്സിമം നല്ല ഒന്നാന്തരമായിട്ടാണ് ഡാൻസ് കളിച്ചിരിക്കുന്നത്. ഡാൻസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ എപ്പോഴും സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ഇവർ കഴിഞ്ഞ വർഷവും നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും അതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ ഡാൻസൊക്കെ കളിച്ചിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഡാൻസിന് ശേഷം ജനറൽ നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇവർ ഒന്നാന്തരമായിട്ട് അങ്ങോട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മുകളിലോട്ട് വന്നിട്ടാണ് ഇവരുടെ പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ പെർഫോമൻസും നമ്മൾ കുറേ സമയം നോക്കിയിരുന്നു. പിന്നെ ഇപ്പം പെർഫോമൻസ് കാണുന്ന സെക്കൻഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇവർ ഭയങ്കര അടിപൊളി ടീമാണ് കേട്ടോ. ഇതിൽ ശ്രുതിയൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ പാട്ട് കേട്ടാലും അപ്പം ഡാൻസ് കളിക്കുന്ന ടീമാണ് കേട്ടോ. വെരി എനർജറ്റിക് ആണ് ശ്രുതി കേട്ടോ. പിന്നെ അതുപോലെ ശ്രുതി മാത്രമല്ല ഇവരെല്ലാവരും കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ആകുമ്പോൾ പെട്ടെന്ന് പേര് പറയാൻ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവരുടെ പ്രോഗ്രാംസൊക്കെ നോക്കി എല്ലാവരും ഇരുന്ന് കൈ കൊട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഒന്നാന്തരമാണ് ഇവരുടെ പെർഫോമൻസ് എന്നൊക്കെ. അങ്ങനെ ഇവരുടെ പെർഫോമൻസും നമ്മളിങ്ങനെ നോക്കിയിരുന്നു. ഇതും അതിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇവർ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ പ്രോഗ്രാംസിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇത് ശ്രുതിയുടെ കളി ഞാൻ കുറേ സമയം നോക്കിയിരുന്നു പോയി കേട്ടോ. വീണ്ടും അതാ നമ്മുടെ നഴ്സിംഗ് കുട്ടികളുടെ ഒരു ഡാൻസാണ്. ഇവർ കുപ്പിയൊക്കെ ഒരു
ഒരു സാധനം കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് കുപ്പി കൊണ്ടൊക്കെയുള്ള ഒരു ഡാൻസൊക്കെയാണ്. ഇവരുടെ കയ്യിൽ കുപ്പിയൊക്കെ കണ്ടു. ഞാൻ വിചാരിച്ചു ഓണമല്ലേ അതുകൊണ്ടാണോ ഇനി കുപ്പി എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും കുപ്പി ഒരു മീഡിയ ആയിരുന്നു കേട്ടോ ഇവർക്ക്. അതൊക്കെ അതുകൊണ്ടുള്ളൊരു പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഏത് തരത്തിലുള്ള ഡാൻസും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വഴങ്ങും, അതാണ് കേട്ടോ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവരുടെ പെർഫോമൻസും നല്ല അടിപൊളിയായി എല്ലാവരും അങ്ങോട്ട് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അടുത്ത പെർഫോമൻസ് ആരതാണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഇവർ 1 by 1 ആയിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഒന്നാം തരം ഡാൻസ് ആയിരുന്നു കേട്ടോ. ജസീനയും ടീമുമാണ് കേട്ടോ കളിക്കുന്നത്. ജസീനയ്ക്കും ടീമിനും വളരെയധികം സന്തോഷം. പിന്നെ ഇതിൽ നിവ്യയാണ് കേട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതുപോലെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. കുറച്ച് സമയം എനിക്കിത് ഏത് ഗ്രൂപ്പാണെന്ന് തിരിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ സൈലൻ്റായി നിന്നത്. ഇത് നമ്മുടെ DMLT ഫസ്റ്റ് ഇയർ ബാച്ച് ആണ് കേട്ടോ. അശ്വതിയും അതുപോലെ തന്നെ നിരഞ്ജനിയും ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഒന്നാന്തരമായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ് കേട്ടോ ഇവരൊക്കെ. അങ്ങനെ ഇവരുടെ ഡാൻസും കുറേ സമയം നമുക്കിങ്ങനെ നോക്കി ആസ്വദിക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. പിന്നെ ഇവരൊക്കെ ബ്ലൗസൊക്കെ ഒരേ രീതിയിൽ ഒരേ തയ്യൽക്കാരനെ കൊണ്ട് സ്റ്റിച്ചാക്കിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇവരുടെ പെർഫോമൻസും ഒന്നാന്തരമായി നമ്മളെല്ലാവരും അങ്ങോട്ട് ആസ്വദിച്ചു. പിന്നെ ഇതാ നമ്മുടെ കുറച്ച് ബോയ്സ് ഞാനും കൂടി ഒരു ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അരുണിൻ്റെ സ്ഥായിയായി ഇവിടെ പഠിക്കാൻ തൊട്ട് വരുമ്പോഴും അരുണിൻ്റെ കയ്യിൽ എപ്പോഴും അജിത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കണ്ണട ഉണ്ടാവും കേട്ടോ. അങ്ങനെ കണ്ണടയൊക്കെ ഫിറ്റാക്കി. ഇത് നമ്മുടെ അമ്പിളിയും ടീമും അടിപൊളി ടീമിൻ്റെ ഒരു ഡാൻസാണ് കേട്ടോ. ആ ഡാൻസ് കണ്ട് എല്ലാവരും നല്ല ഒന്നാന്തരായിട്ട് കൈ കൊട്ടുന്നുണ്ട് കേട്ടോ. നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇതൊക്കെ പഠിക്കുന്ന കാലത്തെ ഒരു ഓർമ്മ ഫയൽ ചിത്രമായിട്ട് എല്ലാവരുടെയും മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയതാണ് ഇതൊക്കെ. അങ്ങനെ അവർ മാക്സിമം എൻജോയ് ചെയ്തും പിന്നെ ഒരു തമാശക്കളിയൊക്കെ രൂപമാണ് എനിക്ക് തോന്നി. അങ്ങനെ ഇത് നസ്രീനും ഷഹലയുമാണ്. അവരുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരിതാ പിന്നെ കസേര കളിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കസേര കളി കളിച്ച് ആര് സമ്മാനം മേടിക്കും എന്നതായി വാശിയോടെയുള്ള കസേര കളിയാണ് കേട്ടോ. ഫസ്റ്റും സെക്കൻഡും ഒക്കെ അവർക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ കസേര കളി നമുക്കിനി കുറച്ച് സമയം അതൊന്ന് കണ്ടാസ്വദിക്കാം. ഉന്തിയിടുകയും ഇരിക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓടി അവസാനം എന്തായാലും ഇവർ സമ്മാനം വാങ്ങിച്ചു. എന്ത് പ്രോഗ്രാംസ് ആയാലും സമ്മാനം മേടിക്കണമെന്ന് വാശിയോടുകൂടി ആരാണോ അതിൽ മനസ്സിൽ കണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ സമ്മാനം കിട്ടും. അത് അവരുടെ റൗണ്ട് പോക്കും ഓട്ടവും ഇരുത്തവും നോട്ടത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും സമ്മാനന്മാരുടെ കയ്യിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടി അങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ചില കുട്ടികൾക്ക് സ്റ്റേജിൽ കളിക്കാൻ നാണക്കേടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊരു അവസരം അങ്ങോട്ട് കൊടുത്തേക്കാമെന്നാണ് ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റേജിലോട്ട് മാറി നിന്നു. ഇവർ ആരൊക്കെ എന്തൊക്കെയാണ് കളിക്കുന്നതെന്ന് നമുക്കൊന്ന് വീക്ഷിക്കാമല്ലോ. അങ്ങനെ അവർ മാക്സിമം അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെ കൊല്ലത്തിൽ 1 2 3 പ്രാവശ്യമാണ് ഇങ്ങനെയൊക്കെ ഒരു സന്തോഷങ്ങൾ കിട്ടുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര ടെൻഷനും കൊണ്ട് ഓടുന്നൊരു കാലത്ത് ഇതൊക്കെ തന്നെ ഓണായാലും ക്രിസ്മസ് ആയാലും ഇതൊക്കെ തന്നെ ഒരു ബാക്കി പത്രം തന്നെയാണ്. അങ്ങനെ ഈ വർഷത്തെ ഓണവും മാവേലിയും ഓണസദ്യയും അടിപൊളി ഓണസദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ വിഷ്വൽസ് ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ഈ വർഷത്തെ ഓണവും നമുക്ക് ഇതോടുകൂടി ഈ വർഷത്തെയും ഓണം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വർഷത്തെ ഓണത്തിനെ വരവേൽക്കാൻ നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇപ്പോഴേ കൊണ്ട് തയ്യാറെടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത്. ടാറ്റ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ മറക്കരുത്.